പക്ഷേ ഇതുവരെ കണ്ടെത്താനാകുന്നില്ല. ഈ മാലിന്യ കൂമ്പാരത്തിൽ എവിടെയാണ് ജോയി എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. ഇതിനിടയിൽ നിന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തുക, ഈ ജോയിയെ കണ്ടെത്തി തിരിച്ച് എടുക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു ദൗത്യം അല്ലെങ്കിൽ ഉദ്യമത്തിൽ വിജയിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു കാര്യം, ഈ മാലിന്യം നീക്കാതെ ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. കുന്നുകൂടി കിടക്കുന്ന മാലിന്യം ഇവിടുന്ന് നേരത്തെ ഈ ജോയി അകപ്പെട്ട പ്രധാന ടണലിൽ നിന്ന് മാത്രം ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 15 ലോഡ് മാലിന്യമാണ് അവിടെ നിന്ന് നീക്കം ചെയ്തത്. എന്നിട്ടും ഈ രക്ഷാദൗത്യ സംഘത്തിന് ടണലിൻ്റെ അകത്തേക്ക് കയറാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അത്രയ്ക്കുണ്ട് ഈ ഇതിൻ്റെ അടിയിലെ മാലിന്യങ്ങൾ. നേരത്തെ നമ്മളൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ 10 തവണയാണ് ആ പ്രധാന ടണലിന് കീഴെ മാത്രം ഡൈവ് ചെയ്തത്. പക്ഷേ ഇവർക്ക് ഡൈവ് ചെയ്ത് വെള്ളത്തിനടിയിലേക്ക് എത്തുമ്പോൾ ഈ 2 മീറ്ററോളം നീളത്തിൽ ചവറുകൾ കോൺക്രീറ്റ് കട്ട പോലെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. മാത്രമല്ല ഈ വെള്ളത്തിനടിയിലേക്ക് എത്തിയിട്ട് തിരിച്ച് മലർന്നു നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ജോയി എവിടെയാണ് ഉള്ളത് എന്ന് ഇവർക്ക് കൃത്യമായി കാണാൻ സാധിക്കൂ. മാത്രമല്ല ഈ വെള്ളത്തിൻ്റെ നിറം ഇപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു നിറമല്ല, ഈ മാലിന്യങ്ങൾ മാറ്റിയതിന് ശേഷമുള്ള നിറം അല്ല ഈ അകത്തേക്ക് ടണലിനുള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളത്. അത്രയ്ക്കും കറുത്ത നിറത്തിൽ ദ്രാവകം, അതായത് ഒരു കുഴമ്പ് രൂപത്തിൽ, നേരത്തെ റിനു ഒക്കെ സൂചിപ്പിച്ച പോലെ കുഴമ്പ് രൂപത്തിൽ ആണ് ഈ വെള്ളമുള്ളത്. ഇതിനിടയിലൂടെ വേണം ഈ രക്ഷാദൗത്യം സംഘത്തിന്, ഈ സ്കൂബ ഡൈവേഴ്സിന് ഇതിന് അകത്തേക്ക് കയറി ഈ രക്ഷാദൗത്യം നടത്താൻ. പക്ഷേ ഇവർക്ക് ഇപ്പോഴും അങ്ങ് അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ മാലിന്യങ്ങൾ അത്രയ്ക്കുണ്ട്, ഇവിടുത്തെ മാലിന്യങ്ങൾ. ഇത് നീക്കാതെ എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എന്തായാലും വീണ്ടും ഇവർ ഈ സ്ലാബ് ഇളക്കി അകത്തേക്ക് ഇറങ്ങുന്നത് ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ളത്. വീണ്ടും ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് സ്കൂബ സംഘം ഈ അകത്തേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ വീണ്ടും അകത്തേക്ക് ഇറങ്ങുന്നു. ഇതിനുശേഷം വീണ്ടും ഈ മാൻഹോളിൽ വിശദമായ പരിശോധന തന്നെ ഇവർ നടത്തും. ഇവർക്ക് ആവശ്യമായ കയറ് സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അതൊരു വെള്ളം എന്ന് പറയാൻ കഴിയില്ല, മാലിന്യവും എല്ലാം കൂടി കലർന്ന ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു കാര്യം. ഇടയിലാണ് ഇവർ പരിശോധന നടത്തേണ്ടത്. ഇവരും ക്ഷീണിതരാണ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അവർ ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിൽ അത്രയ്ക്ക് അധ്വാനിച്ച് ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടേതായ ഇത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ഇപ്പോൾ സാധ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ഇവരും ക്ഷീണിതരാണ്. ഇവരും ഈ ഒരു ജീവൻ അത് കണ്ടെത്തുന്നവരെ ഈ ഒരു ദൗത്യം തുടരും. അത് ഇവർ നമുക്ക് നേരത്തെ തന്നെ ഈ രക്ഷാദൗത്യം നമ്മളോട് അറിയിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ സ്ലാബ് ഇളക്കി 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പരിശോധന നടത്തുകയാണ്. നേരത്തെ നമ്മളോട് NDRF സംഘം പറഞ്ഞിരുന്നത് ഇവർ ഈ 5, 6, 7 പ്ലാറ്റ്ഫോമുകളിൽ NDRF സംഘവും 5, 4, 3 അങ്ങനെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘവും പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ലെങ്കിൽ ആർട്ടിഫിഷ്യലായി ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂട്ടി അങ്ങനെ തിരച്ചിൽ ആ ഒരു രീതിയിലേക്ക് കൂടി നീളാനുള്ള സാധ്യതയും ഇപ്പോൾ ഇവിടെയുണ്ട്. എന്തായാലും സ്കൂബ സംഘം വീണ്ടും ഈ സ്ലാബിളക്കി അകത്തേക്ക് ഇറങ്ങുന്നു. പരിശോധനയ്ക്ക് വേണ്ടി ഇവർ വീണ്ടും ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ഏറ്റവും മാലിന്യം എന്ന് പറയുന്നത് ശുചിമുറി മാലിന്യം അടക്കം കലങ്ങി മറിഞ്ഞ് ഒഴുകി വരുന്ന ഈ തോട്ടിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുകയാണ്. അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിനടിയിലുള്ള ടണലിലെ പരിശോധനയാണ്. അപ്പോൾ ഫീക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടുന്ന മലിനജലത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയാണ്. സാധ്യമായതെല്ലാം ചെയ്യുകയാണ്. ജോയിക്കായുള്ള തിരച്ചിലാണ്. രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ്. ഈ 5-ാം ടണലിലെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള സ്ഥലത്ത് ഇപ്പോൾ സ്കൂബ ടീം പരിശോധന നടത്തുകയാണ്. ടണലിൻ്റെ ഏകദേശം 70% പരിശോധിച്ചതായി ഫയർഫോഴ്സ് നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. ടണലിൻ്റെ പുറകുവശത്ത് 30 മീറ്ററോളം ഉള്ളിലേക്കാണ് പരിശോധന നടത്തിയത്. എന്നിട്ടും ജോയിയെ കണ്ടെത്താനായില്ല. ഇപ്പോൾ സ്ലാബ് ഇളക്കിയുള്ള പരിശോധനയാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങളിൽ കാണുന്ന വെള്ളത്തിൻ്റെ ആ ഒരു മാലിന്യമല്ല, സ്ലാബ് ഇളക്കി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എത്രത്തോളമാണ് ആ മാലിന്യത്തിൻ്റെ വ്യാപ്തി എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂബ ടീം വെള്ളത്തിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പരിശോധന നടത്താൻ ജോയിയെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും സ്കൂബ ടീം തുടരുകയാണ്. സ്ലാബ് ഇളക്കി വെള്ളത്തിന് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എത്രത്തോളമാണ് മാലിന്യം എന്നുള്ളത് തന്നെയാണ് ഇവിടെയും നേരിടുന്ന വലിയ പ്രതിസന്ധി. പ്രത്യേകിച്ച് റെയിൽവേയുടെ മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തുന്ന മലിനജലത്തിലാണ് ഇപ്പോൾ സ്കൂബ ടീം ഇറങ്ങിയിരിക്കുന്നത്.
മാലിന്യത്തിൻ്റെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. ആ മാലിന്യത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളതാണ് സ്കൂബ ടീം ഇപ്പോൾ അശ്രാന്ത പരിശ്രമം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. റെയിൽവേയുടെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള സ്ലാബ് ഇളക്കി പരിശോധന നടത്തുകയാണ്. സ്കൂബ ടീം ഇപ്പോൾ വെള്ളത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. റെയിൽവേയുടെ ഫീക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒഴുകിയെത്തുന്ന അത്രയും മലിനമായ ജലത്തിലേക്ക് ജോയിക്കായുള്ള തിരച്ചിലാണ്. 30 മണിക്കൂർ പിന്നിട്ടിട്ടും ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്നത് വലിയ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. ജോയിക്കായുള്ള വലിയ ആശ്വാസകരമായ ജോയിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ അശ്രാന്തം പരിശ്രമിക്കുന്ന NDRF സ്കൂബ സംഘങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ സ്ലാബ് ഇളക്കിയുള്ള പരിശോധന അതാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അഷിൻ, ഇപ്പോൾ സ്കൂബ ടീമിൽ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയുള്ളൊരു പരിശോധന കണ്ടു. ഇപ്പോൾ എന്താണ് അടുത്ത ഘട്ടമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിൽ ഇപ്പോഴും ഇവിടെ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ട്രാക്കിൽ ട്രെയിനുണ്ട്. ഈ ട്രാക്കിൽ ഉള്ള ട്രെയിന് എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈ ട്രാക്കിനോട് ചേർന്നിട്ടുള്ള ആളുകളോട് മാറി നിൽക്കാൻ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ ടണൽ എത്രത്തോളം ആഴമുള്ളതാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്കൊരു വ്യക്തത വന്നിട്ടില്ല. കാരണം പലരും ഈ ടണലൊക്കെ ഇതിനടിയിൽ ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് പോലും ഇപ്പോഴാണ് അറിയുന്നത് തന്നെ. അങ്ങനെ ഈ ഒരു വലിയ അവ്യക്തതകൾക്കിടയിലാണ് ഈ ഉദ്യോഗസ്ഥർ ഈ പരിശോധന നടത്തുന്നത് എന്നുള്ളതും പ്രധാനമാണ്. കാരണം ഇവർക്ക് ഇത് കൃത്യമായി ഇത് ഏതൊക്കെ ഭാഗത്തു കൂടിയാണ് ഈ ടണൽ കടന്നു പോകുന്നതെന്നും ആമേഴഞ്ചാന്തോട് ഏതൊക്കെ ഭാഗത്തു കൂടിയാണ് പോകുന്നതെന്നോ എന്നുള്ള വ്യക്തമായ ധാരണയില്ല. ഇതെല്ലാം ഒരു കണക്കുകൂട്ടലിൻ്റെ ഭാഗമായി ആ ഒരു കണക്കുകൂട്ടൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ പരിശോധന നടത്തുന്നത് എന്നുള്ളതും പ്രധാനമാണ്. ഇതിൽ 2 പ്രധാന കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഈ റെയിൽവേയുടെ ഭാഗത്തുണ്ടായ അനാസ്ഥ. ഇവരുടെ കയ്യിൽ ഒരു കൃത്യമായ ഒരു റൂട്ട് മാപ്പില്ല. ഇതിൻ്റെ ഒരു മാപ്പ് കൃത്യമായി അവരുടെ കയ്യിലില്ല, സ്കെച്ച് അവരുടെ കയ്യിലില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയാണ്. മറ്റൊന്ന്, ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുമുണ്ടായി മാലിന്യ നീക്കം. ഈ മാലിന്യ നീക്കം നമുക്കറിയാം, ഈ തലസ്ഥാന നഗരത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ ആമഴഞ്ചാന്തോട്ടിലെ ഈ മാലിന്യമാണ്. കാരണം ഈ ആമഴഞ്ചാന്തോട്ടിലെ മാലിന്യങ്ങൾ കൃത്യസമയത്ത് നീക്കിയില്ല എന്നുണ്ടെങ്കിൽ നഗരം വെള്ളത്തിലാകുന്ന സ്ഥിതി മുമ്പും നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ നഗരത്തിൽ ഇത്രയും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടും മാലിന്യം നീക്കം നടത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ജീവൻ ഒരു അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്ന് നമ്മൾ വീണ്ടും ആവർത്തിച്ചത് അടിവരയിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും കൂടുതൽ സ്കൂബ ഡൈവിംഗ് സംഘം താഴേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഓക്സിജൻ മാസ്കും ടാങ്കും ഒക്കെയായി ഒരു പരിശ്രമമാണ് സ്കൂബ ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 30 മണിക്കൂറുകൾ പിന്നിടുകയാണ്.